ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ആഗോള റെസിപ്രോക്കൽ താരിഫുകൾ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 2 ആ ദിവസത്തെ ട്രംപ് വിമോചന ദിനം ലിബറേഷൻ ഡേ എന്ന് വിളിച്ചു. ഈ ലെവികൾ വ്യാപാര അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുമെന്ന് US പ്രസിഡന്റ് പറയുമ്പോൾ വിദഗ്ധർ പറയുന്നത് അവ അമേരിക്കയിൽ ചില ഇനങ്ങൾക്ക് വില കൂടാൻ കാരണമാകുമെന്നാണ്. ശരാശരി അമേരിക്കക്കാരൻ കാറുകൾ, കോഫി, വസ്ത്രങ്ങൾ എന്നിവയ്ക്കായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത്. 180-ലധികം രാജ്യങ്ങൾക്കാണ് ട്രംപ് കടുത്ത താരിഫ് ചുമത്തിയത്. ലോകമെമ്പാടു നിന്നുമുള്ള ഇറക്കുമതികൾക്ക് 10% തീരുവയും യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ തുടങ്ങിയ പ്രധാന വ്യാപാര പങ്കാളികൾക്ക് കൂടുതൽ കടുത്ത തീരുവയും ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വ്യാപാര യുദ്ധത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഏപ്രിൽ 5, 9 തീയതികളിൽ പ്രാബല്യത്തിൽ വരുന്ന വ്യത്യസ്ത താരിഫുകളുടെ ഒരു ചാർട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ട്രംപ് ഇത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലൊന്നാണെന്നും സാമ്പത്തിക സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് എന്നും ട്രംപ് പറഞ്ഞു. തൊഴിലവസരങ്ങളും ഫാക്ടറികളും രാജ്യത്തേക്ക് തിരിച്ചു വരുമെന്നും ആഘോഷിക്കാനുള്ള ഒരു നിമിഷമായി വിമോചന ദിന താരിഫുകളെ ട്രംപ് പ്രശംസിച്ചപ്പോൾ ഉപഭോക്താക്കൾക്ക് ഉയർന്ന പണപ്പെരുപ്പം നേരിടേണ്ടി വരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കോഫി, ചോക്ലേറ്റ്, വസ്ത്രങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കളുടെ വിലയിൽ വർധനവുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ഏതൊക്കെ സാധനങ്ങൾക്കാണ് വില കൂടാൻ സാധ്യതയുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. ആദ്യം കാറുകളാണ്. കാറുകൾക്കും കാറിന്റെ ഭാഗങ്ങൾക്കും പ്രസിഡന്റ് ട്രംപ് 25% താരിഫ് പ്രഖ്യാപിച്ചു. അതായത് അമേരിക്കയിൽ നിർമ്മിക്കുന്ന കാറുകളുടെ വില രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നവയ്ക്കൊപ്പം വർദ്ധിക്കും. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും മാത്രം വരുന്ന ഭാഗങ്ങൾക്ക് താരിഫ് ചുമത്തുന്നത് വാഹനത്തെ ആശ്രയിച്ച് ഏകദേശം $4,000 മുതൽ $10,000 വരെ വില ഉയരാൻ കാരണമാകുമെന്ന് കണക്കാക്കുന്നു. ഔഡി, BMW, ജാഗ്വർ, ലാൻഡ് റോവർ, മെഴ്സിഡസ് ബെൻസ്, ജെനസിസ്, ലെക്സസ് എന്നിവ നിർമ്മിക്കുന്ന ആഡംബര സെഡാനുകളും XUVകളുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുക. ഇനിയുള്ളത് വസ്ത്രങ്ങളാണ്. വാൾമാർട്ട്, ടാർഗറ്റ് പോലുള്ള US സ്റ്റോറുകളിൽ വിൽക്കുന്ന വസ്ത്രങ്ങളുടെയും ഷൂകളുടെയും ഭൂരിഭാഗവും US പുറത്താണ് നിർമ്മിക്കുന്നത്. ചൈന, വിയറ്റ്നാം, ബംഗ്ലാദേശ് എന്നിവയാണ് ഏറ്റവും വലിയ കയറ്റുമതിക്കാർ. 3 രാജ്യങ്ങളും കനത്ത പരസ്പര താരിഫുകൾ നേരിടുന്നു. ട്രംപ് ചൈനയ്ക്ക് 34%, വിയറ്റ്നാമിന് 46%, ബംഗ്ലാദേശിന് 37% താരിഫ് ചുമത്തിയിട്ടുണ്ട്. ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഫാഷൻ ഓഹരികൾ ഉടനടി ഇടിഞ്ഞു. ലുലുലെമൺ ഓഹരികൾ 10%-ലധികമാണ് ഇടിഞ്ഞത്. നൈക്കിയുടെയും റാൽഫ് ലോറന്റെയും ഓഹരികൾ 7% ഇടിയുകയും ചെയ്തു. ഇനി സ്വിസ് വാച്ചാണ്. ഒരു സ്വിസ് വാച്ച് സ്വന്തമാക്കാനുള്ള അമേരിക്കക്കാരന്റെ സ്വപ്നം ഇനി കൂടുതൽ ചെലവേറിയതാകും. സ്വിറ്റ്സർലാൻഡിന് US 31% പരസ്പര താരിഫ് ചുമത്തിയിട്ടുണ്ട്. ഇത് സ്വാച്ച് മുതൽ റോളക്സ് വരെയുള്ള വാച്ചുകളെ ബാധിക്കും. അടുത്തത് വൈനും കോഫിയും. US കൃഷി വകുപ്പിന്റെ കണക്കനുസരിച്ച് ബ്രസീൽ, കൊളംബിയ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് US 80% കാപ്പിക്കുരുവും ഇറക്കുമതി ചെയ്യുന്നത്. ട്രംപിന്റെ ലിബറേഷൻ ഡേ പ്രഖ്യാപനം അനുസരിച്ച് ഇരു രാജ്യങ്ങൾക്കും ഇനി 10% ലെവി ബാധകമാകും. വില കൂടിയ കാപ്പിയുടെ ദുഃഖം വൈൻ കുടിച്ച് ശമിപ്പിക്കാമെന്ന് കരുതിയിരുന്നെങ്കിൽ അതും നടക്കില്ല എന്ന് പറയാം. ട്രംപ് എല്ലാ യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്കും 20% പരസ്പര താരിഫ് ചുമത്തിയതിനാൽ ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള വൈനിനും വില കൂടും. അടുത്തത് ആപ്പിളിന്റെ ഐഫോണുകൾ ആഗ്രഹിക്കുന്ന അമേരിക്കക്കാർക്കും കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുമെന്നതാണ്. ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ വലിയ കയറ്റുമതിക്കാരാണ് ചൈന. എന്നിരുന്നാലും ട്രംപ് ചൈനയ്ക്കെതിരെ 34% പരസ്പര താരിഫ് ചുമത്തിയിട്ടുണ്ട്. അതായത് ഏപ്രിൽ 9 മുതൽ ലെവികൾ പ്രാബല്യത്തിൽ വന്നാലുടൻ അവിടെ നിർമ്മിച്ച് US ഇറക്കുമതി ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നത്തിനും ഉയർന്ന വിലയുണ്ടാകും. കൂടാതെ ആപ്പിൾ തങ്ങളുടെ ഐപാഡുകളുടെയും എയർപോഡുകളുടെയും ചില ഉൽപ്പാദനം വിയറ്റ്നാമിലേക്ക് മാറ്റിക്കഴിഞ്ഞു. എന്നാൽ ട്രംപ് വിയറ്റ്നാമിന് 46% താരിഫ് ചുമത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് ചിലവേറിയതായിരിക്കും. ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ ആപ്പിളിന്റെ ഓഹരി വിലയും 5.7% ഇടിയുകയുണ്ടായി. ഇനിയുള്ളത് ഹോം ഫർണിച്ചറാണ്. US-ൽ വിൽക്കുന്ന ഫർണിച്ചറുകളുടെ ഏകദേശം 30% മുതൽ 40% വരെ മറ്റ് രാജ്യങ്ങളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ചൈനയും വിയറ്റ്നാമും US-ലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ്. പട്ടികയിലുള്ള മറ്റു പ്രധാന ഫർണിച്ചർ കയറ്റുമതിയിൽ ഇന്തോനേഷ്യയും ഉൾപ്പെടുന്നുണ്ട്. ഇതിന് 32% താരിഫ് ചുമത്തിയിട്ടുണ്ട്. US-ലേക്ക് ഫർണിച്ചറുകൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യക്ക് 26% താരിഫ്. ചുരുക്കം പറഞ്ഞാൽ ട്രംപിന്റെ താരിഫുകൾ സാധാരണക്കാരായ അമേരിക്കക്കാരെയും ലോകമെമ്പാടുമുള്ള ജനങ്ങളെയും സഹായിക്കുന്നതിന് പകരം ദോഷം ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. കോഫി, വസ്ത്രങ്ങൾ പോലുള്ള ദൈനംദിന അവശ്യ വസ്തുക്കൾക്ക് മുമ്പത്തേക്കാൾ വളരെയധികം ചിലവ് ഉടൻ തന്നെ വർദ്ധിച്ചേക്കും. ഈ ഒരു സാഹചര്യത്തിൽ ചെറിയ തയ്യാറെടുപ്പുകൾ നടത്തി ചെറിയ ആശ്വാസം കാണുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ കാണുന്നില്ല. ഇനി വരാനിരിക്കുന്ന ട്രംപിന്റെ നീക്കങ്ങൾ കണ്ടു തന്നെ അറിയണം.